ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തുള്ള പൂവങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് മോഹൻസ് ഓയിൽ മില്ലിലേക്കാണ്. മോഹൻ ചേട്ടൻ ഫാമിലിയോടെ നടത്തുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഈ ബിസിനസ് എങ്ങനെയാണ് മോഹൻ ചേട്ടൻ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയത് എത്തിയത് എന്ന് പറഞ്ഞാൽ ഇയാൾ ആർമിയിൽ റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആർമിയിൽ റിട്ടയർ ജോലിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചു. അതെ, ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒരു ഓയിൽ ബിസിനസ് തുടങ്ങാന്നുള്ളത് ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ സാറാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇപ്പോൾ ചേട്ടനെ എത്തിച്ചത്. മോഹൻ ചേട്ടൻ പറഞ്ഞു സാറിൻ്റെ ഒരു പ്ലാനാണിത്. സാർ എങ്ങനെയാണ് ഈ ഒരു പ്ലാനിലേക്ക് വന്നത്? ശുദ്ധമായ വെളിച്ചെണ്ണയുടെ അഭാവമാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണോ? എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് സാർ? ഞാൻ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആർമിയിൽ നിന്ന് റിട്ടയർ 26 വർഷം സേവനം കഴിഞ്ഞു. ഞാൻ റിട്ടയറായി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സഹകരണ ബാങ്കിൽ പോയി. അപ്പോൾ അവിടെയും കുറച്ച് സ്ട്രെസ്സൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് കൃഷിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് വസ്തുവുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ തേങ്ങ പണ്ട് ലീവിനൊക്കെ വരുമ്പോൾ ഞാൻ കൊപ്പരയാക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി ഈ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാട്ടുകാർക്ക് കൊടുക്കണം, ഒരു സേവനം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. പുറത്തുനിന്ന് വർക്കേഴ്സ് ഒന്നുമില്ല, നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ്. ഞാനും അച്ഛനും വൈഫും എൻ്റെ അമ്മയും ഇവരമ്മയും ഒക്കെ കൂടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഈ മസാലപ്പീടിയായിരുന്നു ഇത് ആദ്യം, ഈ ഷോപ്പ്. അച്ഛൻ തന്നെ 14 കൊല്ലം നടത്തിയ ഒരു ഷോപ്പ് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ വൈഫ് ഹൗസാണ്. എനിക്കൊരാശയം തോന്നി ഇവിടെ തന്നെ സെറ്റ് ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ കൂടുതൽ പോയി സ്റ്റഡി ചെയ്തു. 4-5 വെളിച്ചെണ്ണ കടയൊക്കെ പോയി നോക്കി, പിന്നെ യൂട്യൂബിൽ നോക്കി. അങ്ങനെ ഒരു ഫൈനൽ ആക്കിയിട്ട് ഞാനിത് തുടങ്ങി. അങ്ങനെ ഞാൻ മെക്മാർക്കിനെ പറ്റിയിട്ട് ചേവേരമ്പലത്തിലുള്ള ഒരു ഏട്ടൻ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ മെക്മാർക്ക് കമ്പനീൻ്റെ ഇത് സമീപിക്കുന്നു. അവരെ സഹകരണത്തോടു കൂടി ഞാൻ അവരെ ഓഫീസിൽ പോയി അവരെ മിഷനറീസ് കണ്ടു. അങ്ങനെ ഞാനൊരു കാൽക്കുലേഷനിലെത്തി. എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ മിഷനറീസ് ആയിരുന്നു. അവിടുന്ന് അവരും ഗൈഡ് ചെയ്തു. നല്ല സഹകരണത്തോടു കൂടി ഞാൻ പിന്നെ ഫെബ്രുവരി 22 ഇവിടെ ഇനോഗ്രേഷൻ ചെയ്തു. ഈ വർഷം ലോൺ വഴി അങ്ങനെ എന്തോ ആണോ സാർ? ഇല്ല, ഞാൻ റെഡി ക്യാഷ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ ലോൺ വഴിയും കിട്ടിയിരുന്നു. ഞാൻ വേണ്ടെന്ന് വഴി ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. രണ്ടുപേരും എന്താ പറയുക, പെൻഷനേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഒരു റിട്ടയർഡ് ലൈഫിൽ ഒരു എൻഗേജ്മെന്റ് വേണം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നല്ല സാധനം കൊടുക്കുക, ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുക, ആൾക്കാരെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അവർ തിരിച്ചും ഞങ്ങളെടുത്ത് വരണം എന്നുള്ള ആശയത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ. പിന്നെ വരെ ഞങ്ങൾ ഈ 4 മാസത്തിൽ ഒരൊറ്റ കസ്റ്റമർ ഞങ്ങളത് റിട്ടേൺ പോയിട്ടില്ല. അത്രയും ശുദ്ധമായ, നിങ്ങൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നോ അതുപോലത്തെ വെളിച്ചെണ്ണ അത്രയും ഹൈജീനിക് ആയിട്ടും അത്രയും ഓർഗാനിക് ആയിട്ടും അത്രയും നാച്ചുറൽ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എനിക്ക് അത്ര പിടുത്തല്ലായിരുന്നു. പിന്നീട് മെഹറൂഫ് എന്ന് പറഞ്ഞ നിങ്ങളെ മെക്മാർക്കിൻ്റെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. ക്ലിയറൻസ് ക്ലിയർ ആയിരുന്നു. ഇതിന് മെഷീൻ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ വന്നിരുന്നോ? പറഞ്ഞ ഡേറ്റിന് ആ മെഹറൂഫ് വന്നിരുന്നു. അവിടുത്തെ സ്റ്റാഫ് മെക്മാർക്കിൻ്റെ പേരെടുത്ത് തന്നെ പറയുന്നു. അവൻ നല്ല സഹകരണം, എല്ലാ കാര്യങ്ങളും താഴെ ഘട്ടത്തിൽ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല അത്. ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പം ഒരുപാട് ഏരിയ വേണം, എത്ര സ്പേസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കുറഞ്ഞ ഏരിയ മാത്രമാണ് സാറ് യൂസ് ചെയ്തത്. അത് ഒരു നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് സക്സസ് ആയിട്ട് വരുന്നുണ്ടോ? ആ ഒരു സ്ഥലത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാഴ്ചപ്പാടിൽ ഈ സംരംഭം തുടങ്ങണമെങ്കിൽ 10-10 റൂം മതി. ഇത് ഈ റൂം 12-10 ഉള്ളത്. ഈ 3 സാധനങ്ങൾ, ഒന്ന് നിങ്ങളെ എക്സ്പില്ലർ, പിന്നെ ഡ്രയർ, പിന്നെ കട്ടർ, പിന്നെ ഒരു ടേബിളും, പിന്നെ ഒരു വെയിറ്റ് മെഷീൻ ഇവിടെയും. അത്ര സ്പേസ് മതി, കുറഞ്ഞ ഏരിയ മതി. ആ ഒരു ഏരിയ തന്നെ ചെയ്യാൻ പറ്റും. ഫുൾ ഉണക്കായതിനു ശേഷമാണോ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? കൊപ്പരേൻ്റെ ഉണക്കത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. ഡ്രയറിൽ വെക്കുകയാണെങ്കിൽ 3 ദിവസം വെക്കും. 3-ാമത്തെ ദിവസം ഞങ്ങളെടുത്ത് കട്ട് ചെയ്ത് വെക്കും.
എന്നിട്ട് ഒരു ദിവസം കൂടി ഉണക്കും, എന്നിട്ടാണ് വെളിച്ചെണ്ണയ്ക്ക് ആട്ടം കൊണ്ടുവരുന്നത്. ആട്ടാൻ കൊണ്ട് ഇടുന്നത്. ഇവിടെ ഇപ്പോൾ ഡ്രയർ എത്ര കപ്പാസിറ്റി വരുന്ന ഡ്രയർ യൂസ് ചെയ്യുന്നത്? ഇതിന് 10 ട്രേ ഉള്ളതാണ്. 230 തേങ്ങ വെക്കാം. ഒരു ഒന്നുമില്ല 22, 21, 23 തേങ്ങന്റെ സൈസിന്റെ മേലെ വേരിയേഷൻ മാറും. എന്നാലും ശരാശരി 220 തൊട്ടിട്ട് 235 ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഈ ഒരു മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ആട്ടുന്നതിന്റെ ഒരു പ്രോസസ്സ്, അതെങ്ങനെയാണ് ആ പ്രോസസ്സ് വരുന്നത്? നമുക്കൊന്ന് കസ്റ്റമർക്ക് വേണ്ടിയിട്ടൊന്ന്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ കാലത്തൊരു 7:30 തൊട്ട് 8 മണീൻ്റെ മുന്നേ തേങ്ങ വെട്ടും. തേങ്ങ കട്ട് ചെയ്യും. തേങ്ങ വെട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു 3/4 മണിക്കൂർ അത് അവിടെ വെക്കും. വെള്ളത്തൊന്ന് ഡ്രൈ ആയിക്കോട്ടെ, ഊറിപ്പോയിക്കോട്ടെ. എന്നിട്ട് ആ തേങ്ങ എടുത്തിട്ട് ഞങ്ങൾ ഡ്രയറിന്റെ ട്രെയിൽ വെക്കും. ഒരു 21, 22 തേങ്ങ ഒരു ഡ്രയറിന്റെ. അതായത് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ അങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഡയറക്റ്റ് നമുക്ക് ട്രെയിലേക്ക് അല്ല, അത് പിന്നെ പറഞ്ഞാൽ കുറച്ചും കൂടി സമയം എടുക്കും. കുറച്ച് കറണ്ട് ലാഭിക്കാനും കൂടിയാണ്. അത് ഊരി പോയി കഴിഞ്ഞാൽ അത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം പോയതിന് ശേഷം ഞങ്ങൾ ട്രെയിൽ വെച്ചിട്ട് അത് അങ്ങനെയും ചെയ്യാം. ആണ് ഞങ്ങൾ ഇതിലാണ് പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്തിട്ട് കുറച്ചും കൂടി ചെയ്തോട്ടെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വെക്കുക. ഒരു 230, 225 തേങ്ങ ഞങ്ങൾ ഡ്രയറിൽ വെച്ച് ട്രെയിൽ വെക്കും. 2 ദിവസം ഉണക്കും. 2 ദിവസം കണ്ടിന്യൂസ് ഡ്രയറിൽ വെക്കും. രാവിലെ രാത്രി നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അതിനുശേഷമാണ് പിന്നെ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിരട്ട എടുക്കും, റിമൂവ് ചെയ്തിട്ട് പിന്നെ അത് ചെറിയതായിട്ട് കട്ടാക്കും. സ്ലൈസ് ഇതിലിട്ടിട്ട് 2 ദിവസം കട്ടറിലിട്ടിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു 1.5 ദിവസം ആണക്കും. 4ാമത്തെ ദിവസം വെളിച്ചെണ്ണയിലേക്ക് എടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഡ്രയറിൽ പറയുന്നത് 15 മണിക്കൂർ ഉണക്കിയതിന് ശേഷം പിന്നെ ചിരട്ട റിമൂവ് ചെയ്തിട്ട് വീണ്ടും 15 മണിക്കൂർ, ആ ഒരു രീതിയിലാണ് നമ്മൾ നോർമലി ചെയ്യാൻ പറയാറ്. അപ്പോൾ സാറ് ഡയറക്റ്റ് 30 മണിക്കൂറിന്റെ മുകളിൽ 2 ദിവസം കണ്ടിന്യൂസ് ഉണക്കിയെടുത്തതിന് ശേഷം ചിരട്ട റിമൂവ് ചെയ്തിട്ട് കട്ടറിലേക്ക് ഇടുക ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത് ഡേ ടൈമിൽ മാത്രം. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഓയിൽ മെഷീൻ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം എത്ര കപ്പാസിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ? ഒരു മണിക്കൂറിൽ 25 കിലോ, 22 to 25 കിലോ. ഈ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉണക്കം മാറ്റർ ചെയ്യും. നല്ല ഉണക്കുണ്ടെങ്കിൽ 26-20 ഫാസ്റ്റ് ആവും. ഉണക്കം ചില ആൾക്കാർ അത്ര ക്ലിയർ ആക്കൂല. അപ്പൊ നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ആവും. എന്നാലും ആവറേജ് ഒരു 22 to 25 റേഷ്യോ വരെ പോകും. ഞങ്ങൾ കൂടുതൽ ആട്ടി വെക്കാറില്ല. ഞങ്ങൾ ഫ്രഷ് നല്ല ലൈവായിട്ട് ആൾക്കാർക്ക് നല്ല സാധനം എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. എന്നാലും ഞങ്ങളൊരു 25 to 30 കിലോ ലിറ്റർ ചെയ്യുന്നുള്ളൂ ഒരു ദിവസം. അപ്പൊ സാർ ഇതിന്റെ എത്ര ഡിഗ്രി ചൂടിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുക? കോക്കനട്ട് മാക്സിമം 65. അത് കമ്പനിത്തെ അവർ വന്നിട്ട് സെറ്റ് ചെയ്ത് പോയത്. അതിനുശേഷം ചേഞ്ച് ചെയ്തിട്ടില്ല. ഓട്ടോ കട്ടാണ് അത് കഴിഞ്ഞിട്ട്. 65 കഴിഞ്ഞാൽ ഓട്ടോ കട്ടാവും. ഇപ്പൊ ഓട്ടോ കട്ടായിരിക്കുകയാണ്, ഓട്ടോമാറ്റിക് കട്ടായി. അപ്പൊ ഇപ്പൊ നിലവിലിപ്പോ വർക്കിംഗ് ആണ്, മെഷീൻ വർക്കിംഗ് ആണ്. നമുക്കൊന്ന് തുറന്ന് ഓക്കെ. ഇതിപ്പം വെച്ചിട്ട് ഇപ്പം കുറെ സമയമായോ? ഇത് ഇന്നലെ വെച്ചതാണ്. ഇന്നലെ വെച്ച തേങ്ങയാണ് ഈ 4 ട്രേ വെച്ചത്. അത് മിന്നാന്ന് കട്ട് ചെയ്തത്, ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതില് കൊപ്ര അയക്കാനുള്ളതും ഉണ്ട്, ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? ആയതുണ്ട്. ഇതൊക്കെ ആയതാണ്. ഇത് കണ്ടോ, ഈ ഗ്യാപ്പിൽ ഇനി അത് ഇട്ടിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ഉണക്കും കൂടി ഉണക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് കട്ടറിൽ വെച്ച് കട്ട് ചെയ്യും. ഇതിപ്പോ ഏകദേശം എത്ര മണിക്കൂർ ആയിട്ടുണ്ടാവും? ഇത് ഇന്നലെ വെച്ചതാണ്. ഇന്നലെ രാവിലെ 9 മണിക്ക് വെച്ചതാണ്. 9 മണിക്ക് വെച്ച. അപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം 30 മണിക്കൂറിന് എടുത്താൽ അല്ലേ? ഓക്കെ. ഇതിലിപ്പം കോക്കനട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും സംഭവങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ട് സാർ യൂസ് ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം ഒരു ട്രേ മുളക്, 2 ട്രേ ചക്ക ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടാട്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കോവലും ചെയ്ത് നോക്കിയിട്ട് നല്ല സക്സസ്. 2 ദിവസം കൊണ്ടായി ചൂട് കറക്റ്റ് ആയിട്ടുണ്ട്. വെയിലത്ത് ഒരാഴ്ച വെക്കുന്നതും ഇതിൽ 2 ദിവസം വെക്കുന്നത് ഈക്വൽ ആയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ ആണ് കറക്റ്റ്. അതുപോലെ തന്നെ കൊപ്പരയും നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോ എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും പാർട്ടിക്കൽസ് മനസ്സിലായി ക്ലിയർ ആയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയറിറ്റിയോട് കൂടി വെക്കാം. ഇതിന്റെ ഇലക്ട്രിസിറ്റി ഒക്കെ ഇങ്ങനെ ഒരുപാട് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേസ് 3 ആണ്. എന്താണ് പറയാ, 3 ഫേസ് ആണ്. അതിനെക്കൊണ്ട് അതിന്റെ കമേഴ്ഷ്യൽ ഇലക്ട്രിസിറ്റി ആണ് ഇത് യൂസ് ചെയ്യുന്നത്. മാക്സിമം പണി മോർണിംഗ് 6 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കും. എന്നാ ബില്ല് കുറച്ച് ഒരു ഇളവ് ഉണ്ടാവും. ചെയ്യാൻ നമുക്ക് രാത്രിയും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ മീറ്റർ ചാർജസ് കൂടും. അതിനെക്കൊണ്ട് ഞങ്ങൾ അവോയ്ഡ് ചെയ്യും. ഹൈ ചാർജ് ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഫീൽ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഹൈ ചാർജ് ഒന്നും ആയില്ല. എന്നാലും ബിയറബിൾ എമൗണ്ട് തന്നെയാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഡ്രയർ ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ഈ ഒരു മെഷീനിൽ കട്ട് ചെയ്യുന്നത്. ഈ കട്ടർ എങ്ങനെ സാറിന് പെർഫോമൻസ് തോന്നിയിട്ടുള്ള? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി തീരും. 3 ട്രേ 4 ട്രേ അടിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേ ഫില്ലാക്കി ചെയ്യുന്ന സമയത്ത് വരുന്ന കൊപ്രമുട്ട ഒരു 4-5 മിനിറ്റിൽ 3 ട്രേ 4 ട്രേ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതാക്കി കട്ടാക്കി ചേരും. നല്ല അതെ അതെ. ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിപ്പോ നമ്മൾ ഫ്ലോറിൽ ആണി അടിച്ച് വെക്കുന്ന ഒരു നെറ്റ് ഇടുന്ന ഒരു ടൈപ്പ് അല്ല. അല്ല, അങ്ങനെ ഉണ്ട്, ചെയ്യാം. ആണോ ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും ഇതൊക്കെ തന്നെയാണ്. അതെ അതെ. ആന്റി വൈബ്രേഷൻ ഒരു മെഷീനാണ്. അതെ അതെ അതെ. ഓക്കെ. കട്ട് ചെയ്തിട്ടുള്ള കൊപ്ര ഒന്നുകൂടി വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കൂടി ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം കൂടി നമ്മൾ ഇത് നാളെയാണ് ആട്ടുക. ഇന്ന് ആട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 600 1 കിലോയിൽ 600 ml കിട്ടുള്ളൂ. നാളെ ആട്ടാണെങ്കിൽ ഒരു 750-800 അടുത്ത് കിട്ടും. പ്രൊഡക്ടിവിറ്റി കൂടും. ഉണക്കം കൂടുന്നതിനനുസരിച്ച് മുറുകും. അപ്പൊ മുറുകുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഞങ്ങൾക്ക് കിട്ടും. ഇത് കട്ട് ചെയ്തതിന് ശേഷം നാളെയുള്ളതിന് മെഷീനിലേക്ക് ഇട്ടുകൊണ്ട് ഇതാക്കുള്ളൂ. ഒരു ദിവസം നമ്മൾ വീണ്ടും കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഉണക്കിയെടുക്കുന്നു. ഇതിപ്പം ഉണക്കം ആയതാണുള്ളത്. ഇത് പാട്ടാൻ പറ്റിയ മോഡലാണ്. വീണ്ടും കട്ട് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ള കൊപ്ര നമ്മൾ ഇതിൽ ആട്ടിയെടുക്കും. അതെങ്ങനെയാണ് ഇത് ഈ മെഷീൻ വർക്കിംഗ് എന്ന് പറഞ്ഞത്? അത് വളരെ സിമ്പിളാണ്. കാരണം ഇത് ആദ്യം ഓൺ ചെയ്യാം, പിന്നെ ആദ്യം പവർ ഓൺ ചെയ്യാം. മെഷീൻ ഓൺ ചെയ്തതിന് ശേഷം ഹീറ്റർ ഓൺ ചെയ്യാം അല്ലേ? ഹീറ്റർ ഓണാണ് ഇപ്പോൾ. പിന്നെ 100 ഡിഗ്രി സെന്റിഗ്രേഡിലായതിനു ശേഷമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 100 ഡിഗ്രിയിൽ ചൂടെത്തണം ഹീറ്റ്. ഓക്കെ. ചൂടെത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കട്ടാവും, ഹീറ്റർ കട്ടാവും. ഇപ്പം 57 ആയി, 58 അങ്ങനെ. അത് 100 മേലെ എത്തണം അല്ലേ? 100 ആകുമ്പോൾ ബാക്കി കാര്യങ്ങൾ ആയതിനു ശേഷം പൊടിച്ച കൊപ്പര ഇതിലേക്ക് ഇടും. എന്നിട്ട് വെളിച്ചെണ്ണ ഇതിലെ വരും. വെളിച്ചെണ്ണ ഈ സൈഡിലൂടെ വരും. പിണ്ണാക്ക് ഈ ഒരു സൈഡിൽ. ഇതിപ്പോ 98 ഡിഗ്രി ടെമ്പറേച്ചറായി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത കൊപ്പര ഇതിലേക്ക് ഇടുക ചെയ്യുക, എക്സ്പിലറിലേക്ക്. എന്നിട്ട് 100 ആകുമ്പോൾ അത് ഓൺ ചെയ്യും. എത്ര നല്ല ചൂടുണ്ടോ അത് അതുപോലെ ഇങ്ങനെ ആയിട്ട് ഇതിന്റെ കേക്ക് വരും. നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരും. ഒരൊറ്റ പ്രാവശ്യം. അല്ല വെച്ചാൽ ചെറിയ ഉണക്കം കുറവാണെങ്കിൽ ചെറിയതായിട്ടാണ് വരിക. അത് കണ്ടോ, ഇതിങ്ങനെ വരുന്നത് ഇത്രയും വലിയ മാല പോലെ വരുന്നത്, അതിൻ്റെ അർത്ഥം കൊപ്പരയ്ക്ക് നല്ല ഉണക്കമുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങൾ തേങ്ങ ഇങ്ങനെ ആട്ടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 30 ലിറ്ററിൻ്റെ പാത്രമാണ്. ഇതിലേക്കാണ് ഞങ്ങൾ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഇന്ന് അടിക്കുന്ന ഓയിൽ ഇത് 3-ാമത്തെ ദിവസം നമ്മൾ ഈ പാത്രത്തിലേക്ക് ആക്കിയതിൻ്റെ ശേഷമാണ് സെയിലാക്കുന്നത്. അതിൻ്റെ സെയിലാക്കുന്ന നേരം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇങ്ങനെ ഈ രീതിയിലാവും. നല്ല വൈറ്റ് കളറിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട്. ഇതാണ് ഞങ്ങൾ ലാസ്റ്റിൽ കൊടുക്കുന്നത്. നമ്മളപ്പം മെഷീനറീൻ്റെ എങ്ങനെ ഒരു ഓയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ ഇപ്പോൾ കോൾ വന്നാൽ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഡെലിവറി ചെയ്യുന്ന ഏരിയകൾ ഈ ഒരു 10 കിലോമീറ്റർ അളവിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കാം. അവിടെ തന്നെ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ്. അവർ സേവനമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനവും ഈ സംരംഭവും തുടങ്ങിയത്. ഈ എൻ്റെ വൈഫിന്റെ പേരിലാണ് ഇതിന്റെ ലൈസൻസും ലൈസൻസും ഫുഡ് ലൈസൻസും പീഡിയന്റെ ലൈസൻസും ഒക്കെ എടുത്തത്. അതെ. അപ്പോൾ നമ്മളിനി വീണ്ടും അടുത്തൊരു റിവ്യൂമായിട്ട് വീണ്ടും കാണാം.